പ്രിയമുള്ളവരെ, നമ്മൾ കരുനാഗപ്പള്ളി കൂടെ ഇങ്ങനെ സന്ധ്യാസമയത്ത് പാസ് ചെയ്യുമ്പോൾ ഹൈസ്കൂൾ ജംഗ്ഷൻ എത്തുമ്പോൾ ഒരു ചിക്കൻ ദം പൊട്ടിച്ച മണം വരാറുണ്ട്. ഈ കൊതിയൂറുന്ന മണം വരുന്ന ആ ഒരു സ്പോട്ട് എവിടെ നിന്നാണെന്നല്ലേ നമ്മൾ നോക്കുന്നത്. ആ സ്പോട്ടാണ് ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇവിടുത്തെ മെയിൻ മെനൂസ് എന്ന് പറയുന്നത് തലശ്ശേരി ചിക്കൻ ദം ബിരിയാണി, ബീഫ് ബിരിയാണി, ഇറച്ചിച്ചോറ്, നെയ്ച്ചോറും ചിക്കൻ കുറുമയുമാണ്. അപ്പോൾ നമ്മൾ ഓർഡർ ആക്കിയത് തലശ്ശേരി ചിക്കൻ ദം ബിരിയാണിയും ഇറച്ചിച്ചോറുമാണ്. ഈ ചിക്കൻ പീസ് ഇങ്ങനെ ഇളക്കിയെടുത്ത് നമ്മുടെ ഈ റൈസ്, കുറച്ച് റൈസും കുറച്ച് ഇതിൻ്റെ ഒരു മസാലക്കൂട്ടും ഒക്കെ കൂടി ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ കിട്ടി ഒരു രക്ഷയില്ല. പൊള്ളി സാധനം, മസ്റ്റ് ട്രൈ ആയിട്ട് കേട്ടോ അല്ലേ? എങ്ങോട്ട് കൊള്ളാം, സൂപ്പർ. കൂടാതെ എടുത്തു പറയേണ്ട ഇവരുടെ ഒരു ഐറ്റം ഉണ്ട്, ബീട്രൂട്ട് സാലഡ്. ഒരു രക്ഷയില്ല, അടിപൊളി ഐറ്റമാണ്. ബിരിയാണി കഴിക്കുവാണെങ്കിൽ ഞങ്ങൾ ഇവിടെ വന്നേ കഴിക്കും. കരുനാഗപ്പള്ളി വരുവാണെങ്കിൽ ഇവിടുന്ന് കഴിക്കും. ഇവിടെ കഴിക്കാനായിട്ട് തന്നെ വരുന്നത്. എങ്ങനെയുണ്ട് ഇതിന്റെ ഒരു ടേസ്റ്റ്? എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് പറയുന്നത്? എന്താ, തലശ്ശേരി ബിരിയാണി എന്ന് പറഞ്ഞാണ്ടല്ലോ പലയിടത്തും നമ്മൾ തലശ്ശേരി പോയി ഞാൻ കഴിച്ചിട്ട് എനിക്ക് ഇത്രയും ടേസ്റ്റ് കിട്ടിയിട്ടില്ല. തലശ്ശേരി പോയിട്ടും കിട്ടാത്ത ടേസ്റ്റ് കരുനാഗപ്പള്ളി കിട്ടുന്നുണ്ട്. കരുനാഗപ്പള്ളിയിലെ ഞങ്ങളുടെ സ്ഥിരം ബിരിയാണി സ്പോട്ടാണ് ഇത്. ഇവിടുത്തെ ഓരോ ഐറ്റവും കിടിലം വെറൈറ്റീസ് ആണ്. അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മൾ ഇവിടെ ഏത് സമയത്ത് ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണ് വരുന്നത്? എല്ലാ ദിവസവും വൈകുന്നേരം 6 മണി തൊട്ട് രാത്രി 1 മണി വരെ. കൂടുതലായും നമ്മൾ ചെയ്യുന്ന പാർസലാണ്, പിന്നെ ഡൈനിങ് ഉണ്ട്, ചെറിയ രീതിയിൽ ചെയ്തു പോകുന്നത്. ഇവിടെ കൂടുതലും പാർസൽ സർവീസ് ആയതുകൊണ്ട് ഒരു പക്ഷേ നിങ്ങൾ ദൂരത്തുനിന്ന് വരുമ്പോൾ ചിലപ്പോൾ ഫുഡ് കിട്ടിയില്ല എന്ന് വരാം. അതുകൊണ്ട് നിങ്ങൾക്ക് നേരത്തെ തന്നെ അവരെ വിളിച്ച് ബുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവരുടെ നമ്പർ ഞാൻ ഇതിനോടൊപ്പം ചേർക്കുന്നുണ്ട്. അപ്പോൾ ലൊക്കേഷൻ സേവ് ചെയ്തോ നമ്മുടെ ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാണുന്ന തലശ്ശേരി സൽക്കാരം എന്ന് പറയുന്ന ഈ ചെറിയൊരു സ്പോട്ടിലാണ് ഇത്രയും കിടിലം ബിരിയാണി കിട്ടുന്നത്. നിങ്ങളുടെ ബിരിയാണി ലവേഴ്സ് ഉള്ള ഫ്രണ്ട്സിനെ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ, സ്റ്റേ ട്യൂൺഡ്.